പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാതാവിന്റെ സന്ദർശിക്കാർ അങ്ങയുടെ പുത്രനായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയരത്തിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാവഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴു ഹൃദയത്തോടു കൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 1-ാം തീയതി ബർത്ത്ഡേ ആഘോഷിച്ച ജെസ്സി മാത്യുവിന് വേണ്ടിയും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജിന തോമസിന് വേണ്ടിയും പ്രത്യേകമായിട്ട് വിശുദ്ധബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അന്ധമായ കാരുണ്യം അവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധനായ വിശുദ്ധ മാർട്ടിൻ നിക്കോളസ് എന്ന സന്യാസിയുടെ നാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധി തൻ്റെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർ കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായി. അനുദിന ജീവിതത്തിൽ സുവിശേഷങ്ങളായി പോകാനായിട്ട് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരുന്നു. നമുക്ക് മാതൃകയായിട്ടാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് നമ്മുടെ മുമ്പിൽ നിർത്തുക. പനമക്കാരിയായ നീഗ്രോയിൽ ജനിച്ച മാർട്ടിൻ സന്യാസ സഭയിൽ ചേർന്ന ഒരു തുണ സഹോദരനായി മറ്റുള്ളവർക്ക് നന്മ ചെയ്തതിൽ സന്തോഷം കണ്ടെത്തി ഒരു ഉപവിയുടെ സഹോദരനായി. അദ്ദേഹത്തെ വിളിച്ചത് ഉപവിയുടെ സഹോദരൻ, മാതൃക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ദൈവത്തിന്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ സാക്ഷ്യം വഹിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ കണ്ടെത്തുന്നത്. മാർട്ടിൻ ഡി പോറസിനെ മറ്റുള്ളവർ കണ്ടെത്തിയത് ഒരു വിശുദ്ധിയുമുള്ള. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ചുമക്കുവാനായി ബിഷപ്പുമാർ കാണുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ വൈസ്രോയും ആ സമയത്ത് ലീമായിലെ എത്തിയത്. അവർ ദൈവത്തിൻ്റെ ആ കരം, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അവർ കുരിശിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉയർന്നു നിന്നുകൊണ്ട് യേശുവിൻ്റെ ആ കുരിശിന് നേരെ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, നമ്മുടെ കാരുണ്യപ്രവർത്തികളിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, ഓരോ ദിവസവും യേശുവിന് അനുകൂലമായി തീരുമ്പോൾ നമ്മൾ കൂടുതലായി യേശുവിലേക്ക് വരും. പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ഈ വിശുദ്ധബലിക്കായി ഒരുങ്ങുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസ്തരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവമേ, എളിമയുടെ പാതയിലൂടെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ സ്വർഗീയ മഹത്വത്തിലേക്ക് അങ്ങ് ആനയിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലിക്കുന്ന മാതൃക ഇപ്പോൾ ഞങ്ങൾ പിന്തുടരുന്നത് പോലെ സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉയർത്തപ്പെടുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ,
യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും കുറ്റുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ്. അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശുവിനോടുകൂടെ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ഒരുവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവുകൾ പറയുവാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാൻ വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, ഇനി ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോടി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവുകൾ തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനന്റെ വിവരം ധരിപ്പിച്ചു.
ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുരടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും നാഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷവചനങ്ങൾ നമ്മൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനു മുമ്പ് തന്നെ ഒരു രാജാവ് തൻ്റെ മകനു വേണ്ടി നടത്തിയ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം. ഒത്തിരി നാൾ മുമ്പ് തന്നെ ആൾക്കാരെ ക്ഷണിച്ച ഒരു രാജാവിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി ഇതേ മുമ്പ് തന്നെ ചെയ്യുന്നത്. ഇവിടെ ഒരു വ്യക്തി മാത്രമേ പറയുന്നുള്ളൂ. സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ സ്വർഗരാജ്യത്തിൽ ആരാണ് പ്രവേശിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടി വിശുദ്ധ ലൂക്കാസ് വരച്ചു കാണിക്കുന്ന ഒരു ഉപമയാണ്. അപ്പോൾ നമ്മൾ ഈ ഉപമ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, ആരാണ് ഈ വിളിക്കുന്നത്? വിശുദ്ധ മത്തായി പറയുന്ന ഒരു രാജാവാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുവൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ബന്ധുതാക്കില്ല. വിശുദ്ധ മത്തായി കൂടുതലായിട്ട് പറയുന്ന ഒരു രാജാവായിരുന്നു. നമ്മളെല്ലാവരെയും ആരാണ് വിരുന്നിന് വിളിക്കുന്നത്? സ്വർഗീയ വിരുന്നിന് വിളിച്ചിരിക്കുന്നത് ആരാണ് എന്ന്? ദൈവമാണ് നമ്മളെ സ്വർഗീയ വിരുന്നിന് വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയ, നമ്മൾ നേരത്തെ തന്നെ അറിയാം, മാമോദീസായിലൂടെ നമുക്ക് പറയുകയാണ്, നിങ്ങളെല്ലാവരും ആ സ്വർഗീയ വിരുന്നിനായി വിളിക്കപ്പെട്ടവരാണ്. സ്വർഗീയ വിരുന്നിനായി വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ മാർട്ടിൻ പൗലോസിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ അതിനായിട്ട് നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം, പോകുവാൻ തയ്യാറാകണം. നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗീയ വിരുന്നിനെ പറ്റി പലപ്പോഴും നമ്മൾ വ്യക്തിഗതരായി പറയും, എന്തിനാണ് ഞാൻ പോകുന്നത്, എനിക്ക് വേറെ തീരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതുകൊണ്ട് എന്താണെന്ന് തെറ്റാനുള്ളത്, ബാക്കി പോയതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നന്മ പ്രവർത്തി ചെയ്തിട്ട് എന്ത് കാര്യമാണ് എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്കതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രാധാന്യം കൊടുക്കുന്നതിനാണ്. പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയും എനിക്കിതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഞാനതിന് പോവുകയില്ല. പോകുന്നില്ലെങ്കിൽ എനിക്കത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ അതിനുള്ള അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവർ പറയുന്ന എക്സ്ക്യൂസ്, എനിക്കിവിടെ കൃഷി ചെയ്യണം, എനിക്കെൻ്റെ ജീവിത വ്യക്തിഗതകളിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ വിവാഹ വിരുന്നിന് എനിക്ക് പോകുവാനായിട്ട്. ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് പ്രാവർത്തികമാക്കുന്നത്. ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, ദൈവരാജ്യം എന്നുള്ളത് ഈ ദൈവം നൽകിയിരിക്കുന്ന ആ കൂടുതലായിട്ടുള്ള ദൈവത്തിൻ്റെ ആ പ്രബോധനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അത് ജീവിക്കുമ്പോൾ നമുക്കറിയാം എന്നെ വിളിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കിലേക്ക് ജീവിക്കണം. അപ്പോൾ ഞാൻ ദൈവത്തിനുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? മറ്റൊരു സുവിശേഷമാകുവാൻ. മാർട്ടിൻ പൗലോസിനെ തീർച്ചയായിട്ടും ആ സുവിശേഷമാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനനുസരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പങ്കാളികളായിരിക്കും. ഇന്ന് നമ്മളെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങ് നൽകിയിരിക്കുന്ന ആ വിശിഷ്ടമായ കാര്യത്തിൽ ദൈവികമായ കൽപ്പന എൻ്റെ ജീവിതത്തിൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് വിശിഷ്ടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാമുഖ്യമാക്കാനുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിന് അതുവഴി സ്വർഗരാജ്യത്തിൻ്റെ ആ വിരുന്നിൽ സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കുവാനുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ജീവിതം
സഹോദരനെ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ പാപത്തിനും തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകും. കർത്താവെ, ഈ ബലി അങ്ങേക്കുള്ള നിർമ്മലയാഗമാക്കി തീർക്കുകയും ഞങ്ങൾക്ക് അങ്ങേ കാര്യത്തിന്റെ ദിവ്യപ്രവാഹമാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. മഹത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാതാഹമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് വിരാമം ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ ഒപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ കാത്തിപ്പറമ്പിൽ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികടത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ മിൽട്ടൻ ഡിസൂസ, ഐറിൻ ഡിസൂസ, ജോസ് ഹേൻകരി, ജോൺ ഡി അരൂച്ച, ജോസി മെൻഡസ്, ചാക്കുണ്ണി ബാബു, ജെസി ജോസഫ് പാപ്പച്ചൻ, റോക്കി, റോസി മെൻഡസ്, ജോണി ഗോമസ്, സേവിയർ, മേരി ദേവസി, കാർമൽ പ്രീ, സേവിയർ പാലക്കൽ, എലിസബത്ത് പാലക്കൽ, മേരി നടുവെഴുത്ത്, ആബേൽ നടുവെഴുത്ത്, ഗ്രേസി ഡിക്കോത്ത, ഷേർലി, തോമസ് ചെറുപ്പള്ളി,
ലില്ലി ലോപ്പസ്, എല്ലാ ആത്മാക്കളെയും ജോസഫ് ഡിവേരോ, ജോസഫ് ബെഞ്ചസ്, മരിയ ബെഞ്ചസ്, മേരി ഡിവേരോ, എല്ലാ ആത്മാക്കളെയും ചെമ്പോലി കുടുംബത്തിൽ നിന്ന് മരിച്ചവരെയും തിരുങ്ങാടി കുടുംബത്തിൽ നിന്ന് മരിച്ചവരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി ചേർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ എതിരുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മിസ്റ്റർ മാർട്ടിൻ ടി പോറസിനോടും മിസ്റ്റർ ജോൺ ബോസ്കോയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കി. അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാതെ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലായ്പ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ്റെ പാപം നീക്കുന്ന സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയുടെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ഒരിക്കലും അങ്ങയിൽ നിന്ന് എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ശക്തിയുടെ പ്രവർത്തനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായി അവയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങേ ദാനങ്ങൾ ഞങ്ങൾ സജ്ജമാക്കുമാറാകട്ടെ. അങ്ങേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകവേ. ദൈവത്തിന് നന്ദി.